അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ ചർച്ച ചെയ്യുന്നത് 3-ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 1-ാം പാഠത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഓരോ ചോദ്യങ്ങളും ആൻസറുകളും. ഫസ്റ്റ്, ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത്? ആൻസർ നിസ്കാരം എന്നുള്ളതാണ്. ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരം. രണ്ടാമത്തെ ചോദ്യം, ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഏത്? ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാകുന്നു. മൂന്നാമത്തെ പോയിന്റ്, നിസ്കാരം ദീനിൻ്റെ തൂണാണ്. നിസ്കാരം ദീനിൻ്റെ തൂണാണ്. അതിൻ്റെ അറബി ഹദീസ് തദ്രീബാത്തിൽ ലാസ്റ്റ് ഉണ്ട്, അസ്വലാത്തു ഹിമാദുദ്ദീൻ. അസ്വലാത്തു ഹിമാദുദ്ദീൻ ഹദീസ് അവിടെ ഉണ്ട്. ആ ഹദീസ് നോക്കുക, അതിൻ്റെ അർത്ഥമാണിത്. രണ്ടും പഠിക്കുക. പിന്നെ നിസ്കാരം വുജൂബാണ് ആർക്ക്? നിർബന്ധമാണ് ആർക്ക് എന്നുള്ളതാണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. അടുത്തത്, എത്ര വയസ്സായാലാണ് കുട്ടികളോട് നിസ്കരിപ്പിക്കേണ്ടത്? എത്ര വയസ്സായാലാണ് കുട്ടികളെ അടിക്കാൻ തുടങ്ങേണ്ടത്? ആരാണ് അടിക്കേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. 7 വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. 10 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക. ഇത് രക്ഷിതാക്കളുടെ കടമയാണ്. 7 വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക. ഇത് രക്ഷിതാക്കളുടെ കടമയാണ്. അടുത്തത്, ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴാണ് നിസ്കരിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യ സമയത്താണ് നിസ്കരിക്കേണ്ടത്. ഇത് നിസ്കാരം അതിൻ്റെ സമയത്തെ വിട്ട് പിന്തിക്കാവതല്ല. ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാവുകയില്ല. അപ്പം നിസ്കാരം നഷ്ടപ്പെടണമെങ്കിൽ ആകെ 2 കാരണമേ ഉള്ളൂ. ഒന്നെങ്കിൽ ഉറക്കം, അല്ലെങ്കിൽ മറവി. ഈ 2 കാരണത്താലല്ലാതെ നിസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ ഒരാൾക്ക് ഖളായി പോയാൽ അയാൾ കുറ്റക്കാരനാവുകയില്ല. എന്നാൽ അതിന് പെട്ടെന്ന് ഖളാ വീട്ടൽ വാജിബാണ്. അങ്ങനെ ഉറക്കം കാരണമോ മറവി കാരണമോ നിസ്കാരം ഖളാ ആയാൽ അത് ഖളാ വീട്ടൽ നിർബന്ധമാണ്.